അവർ ബസ്സിന്റെ വരുന്ന റൂട്ട് തീരുമാനിച്ചു, ഡേറ്റ് തീരുമാനിച്ചു, പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വാഹനം തീരുമാനിച്ചു, പ്രതികളുടെ വസ്ത്രം കത്തിക്കാനുള്ള ആളവരെ ചുമതലപ്പെടുത്തി. സ്റ്റേഷനിൽ നിന്നൊരു മുൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രണ്ടാം പ്രതിയെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോകുന്നത് വരെ ഉണ്ടായി. കംപ്ലീറ്റ്ലി പാർട്ടി തീരുമാനിച്ച്, പാർട്ടി തിരക്കഥ എഴുതി, പാർട്ടി സംവിധാനം ചെയ്ത്, പാർട്ടി നടത്തിയ കൊലപാതകമാണ് എന്നുള്ളത് ഇപ്പോൾ ഇതിലൂടെ വന്നിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ നീതി, സ്വാഭാവിക നീതി അട്ടിമറിക്കാൻ, ജനങ്ങളുടെ പണമെടുത്ത് ചെലവഴിക്കാൻ ഇവർക്ക് എങ്ങനെ ആരധികാരം കൊടുത്തു? പൊതു ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം കൊണ്ട്, ഞങ്ങൾ മുമ്പ് നിയമസഭയിലും പറഞ്ഞിട്ടുള്ളതാ, ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛനും അമ്മയും ഉൾപ്പെടെ അവരുൾപ്പെടെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവന്ന് കോടികൾ ചെലവിട്ടത് അത് CPIM തിരിച്ചടക്കണം പൊതുഖജനാവിലേക്ക്. രണ്ട്, ഈ കുടുംബങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന പോലെ അവരോട് ഈ പ്രതികൾക്ക് തൂക്കുകയറ് മേടിച്ചു കൊടുക്കണം എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരാള് കാല് മാറിയപ്പോ, പാർട്ടി മാറിയപ്പോ ഇവിടുത്തെ വക്കീലിനെ വെച്ചിട്ട് ഈ പ്രതികളുടെ വക്കീലാക്കി മാറ്റുന്ന തരം താണ നടപടിക്കും CPM നേതൃത്വം നൽകി. CK ശ്രീധരൻ ഈ വാദികൾക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി നിന്നിരുന്ന ആളാണ്. അയാൾ പാർട്ടി മാറിയപ്പോ കേസിൽ നിന്ന് ഇവിടുന്ന് വിടുതൽ ചെയ്ത് അപ്പുറത്തെ പ്രതികൾക്ക് വേണ്ടി അയാൾ അപ്പിയർ ചെയ്യുക. ഏറ്റവും ഖേദകരം എന്ന് പറയട്ടെ, അയാൾ നേരിട്ട് കുടുംബങ്ങളിൽ ചെന്ന് ആശ്വസിപ്പിച്ച ആ അമ്മ, നിങ്ങളിവിടെ ഇപ്പൊ കണ്ടു, പ്രിയപ്പെട്ട ലതേച്ചിയും ബാലാമണി ചേച്ചിയും, അവരുടെ രണ്ടുപേരെയും കോടതിയിൽ ക്രോസ് ചെയ്യാൻ ഇദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. രണ്ട് പെങ്ങന്മാര്, അമൃതയും അതുപോലെ തന്നെ കൃഷ്ണകൃപയും, അവരെ, കൃഷ്ണപ്രിയയും, അവരെ കോടതിയിൽ വെച്ച് ക്രോസ് ചെയ്യാൻ ഈ പറയുന്ന CK ശ്രീധരൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ മെമ്പർഷിപ്പ് CPM-ന്റെ കൊടുത്ത് പാർട്ടിക്കാരനായപ്പോ ആ വക്കീല് ഈ കേസിൽ, ഈ കുടുംബത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന വക്കീല് പാർട്ടി മാറി അപ്പുറത്ത് ചെന്നപ്പോ അയാൾ കോടതിയുടെ വിധി അറിഞ്ഞതിന് ശേഷം കൃപേഷിന്റെ അമ്മയും ബന്ധുക്കളും അവിടെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അവിടെയുണ്ട്. പെരിയയിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കൃപേഷ്, ശരത് ലാൽ, ഇവരെ രണ്ടുപേരും അന്ന് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. CPM-മായി ബന്ധമുള്ളവർ, CPM നേതാക്കൾ അടക്കമുള്ളവർ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു.